Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് നടത്താൻ പോകുന്ന യൂണിറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓണപ്പരീക്ഷ നടത്തുന്നത് ഗവൺമെന്റ് അല്ല, പക്ഷേ ഓണപ്പരീക്ഷ നടത്തുന്നത് ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകരാണെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് അവർക്ക് പരീക്ഷ നടത്തിയേ പറ്റൂ. അത് 25 മാർക്കിനോ 30 മാർക്കിനോ 40ഓ 50ഓ 60ഓ എത്ര മാർക്കിനായാലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് MS തരാൻ പോകുന്നത് ഫുൾ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻസ് ആണ്. ഈ റിവിഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ വരുന്ന നാളെ എന്ന് പറഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച തൊട്ട് കറക്റ്റ് നോക്കിക്കോ മക്കളെ, വെള്ളിയാഴ്ച ഓഗസ്റ്റ് 23 തീയതി തൊട്ട് ഓഗസ്റ്റ് 30 തീയതി വരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട്. ഈ ടൈം ടേബിളിൻ്റെ ഒരു പ്രത്യേകത, ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ദിവസം ഓഗസ്റ്റ് 23 തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ സ്വന്തം ഫിസിക്സിന്റെ അധ്യാപകനായിട്ടുള്ള ആദിത്യൻ സാറാണ്. നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവ് എടുക്കാൻ വരുന്നത്. എന്താ ലൈവിന്റെ പ്രത്യേകത? നിങ്ങളുടെ ഓണം എക്സാമിന്റെ യഥാർത്ഥ പോർഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈന്, മോഷൻ ഇൻ എ പ്ലെയിന് ആൻഡ് ലോസ് ഓഫ് മോഷൻസ്. ഈ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഓണപരീക്ഷയുടെ പോർഷൻസ് ആണ്. അതുകൊണ്ട് ഈ 4 ചാപ്റ്ററും ഒരൊറ്റ ലൈവിലൂടെ സാറ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ പഠിപ്പിക്കാൻ പോകുന്ന ലൈവിനും ഒരു പ്രത്യേകതയുണ്ട്. 1 മണിക്കൂർ ഒരു ചാപ്റ്റർ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഓണം എക്സാമിന് ഒരു ടീച്ചർ എങ്ങനെയാണോ ചോദ്യമിടുന്നത്, ആ ചോദ്യമിടുന്ന ഭാഗത്തെ കണ്ടന്റ് തിയറിയാണ് സാർ ആദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ഉണ്ടാകും. അത് കഴിഞ്ഞ് അടുത്ത കണ്ടന്റ്, അടുത്ത ചോദ്യം, അടുത്ത കണ്ടന്റ്, ആ കണ്ടന്റിന്റെ ചോദ്യം, ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ, ജൂൺ ജൂലൈ മാസങ്ങളിലും ഓഗസ്റ്റ് മാസത്തിലും സ്കൂളുകളിൽ നിന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ ട്യൂഷൻ സെന്ററുകളിൽ നിന്നാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നാണെങ്കിലും എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്ക് വേണ്ടി ലൈവിലേക്ക് ഇറക്കി തരികയാണ്. എന്താ ഇവർ ചെയ്യാൻ പോകുന്നതെന്നറിയോ? വെള്ളിയാഴ്ച ഓഗസ്റ്റ് 23 തീയതി ഫിസിക്സ് എടുക്കാൻ ആദിത്യൻ സാർ വരുന്നു. ഓഗസ്റ്റ് 24 ശനിയാഴ്ച സുവോളജി എടുക്കാൻ നമ്മുടെ രാഹുൽ സാർ വരുന്നു. ഓഗസ്റ്റ് 26, 25 ഞായറാഴ്ച ക്ലാസ് ഇല്ല, പക്ഷെ 26 മൺഡേ മാത്സ് എടുക്കാൻ ജിഷ്ണു സാർ വരുന്നു. ഓഗസ്റ്റ് 27 തീയതി ചൊവ്വാഴ്ച ക്ലാസ് എടുക്കാൻ നമ്മുടെ CS-ന്റെ സ്വന്തം അധ്യാപകനായിട്ടുള്ള അജ്മൽ സാർ വരുന്നു. ഓഗസ്റ്റ് 28 ബുധനാഴ്ച ബോട്ടണി എടുക്കാൻ നബ്ഹാൻ സാർ വരുന്നു. ഓഗസ്റ്റ് 29 തീയതി വ്യാഴാഴ്ച കെമിസ്ട്രി എടുക്കാൻ ഞാനും വരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ അൻഷി സാറും കൂടെയുണ്ട്. ഇനി ഓഗസ്റ്റ് 30 തീയതി വെള്ളിയാഴ്ച നമ്മുടെ ജിഷ്ണു സാറിന്റെ മാത്സിന്റെ സെക്കൻഡ് ഫുൾ ചാപ്റ്റേഴ്സ് റിവിഷൻസ് ഉണ്ട്. അതായത് ഇവിടെ ജിഷ്ണു സാർ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക 2 ചാപ്റ്ററും, ഇവിടെ ഒരു 3 ചാപ്റ്ററും ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റി വെച്ചിട്ട് പിന്നെ ട്രിഗണോമെട്രിയും കോംപ്ലക്സ് നമ്പറും ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ പറയുന്ന 23 തൊട്ട് 30 വരെയുള്ള 7 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓണപ്പരീക്ഷയുടെ പോർഷൻസുകൾ കംപ്ലീറ്റ് കവർ ചെയ്യുകയാണ്. ഈ ലൈവുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ കുറേ ലൈവ് ഇങ്ങനെ എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഇരുത്തത്തിൽ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈവുകളിൽ ഒരൊറ്റ ഇരുത്തത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ സബ്ജക്റ്റിന്റെ ഓണം എക്സാമിന്റെ പോർഷൻസും പഠിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ലൈവിന്റെ പ്രത്യേകത. MS എന്തിനാ ഈ ഒരു ലൈവ് തരുന്നതെന്നറിയോ? നിങ്ങൾ അധ്യാപകരെ മനസ്സിലാക്കാൻ മാത്രമല്ല, ഓണം എക്സാമിൻ്റെ പോർഷൻസ് മനസ്സിലാക്കാനല്ല, ഈ വരുന്ന ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. വളരെ ലേറ്റായിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ട്, സയൻസ് ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്, സയൻസ് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഏത് തരത്തിലുള്ള കുട്ടികളാണെങ്കിലും ശരി, ഓണപ്പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പാടില്ല. ക്ലാസ് റൂമിലെ ടോപ്പേഴ്സിൽ നിങ്ങൾ വന്നിരിക്കണം. കാരണം എന്താണെന്നറിയോ? ഡിസംബറിൻ്റെ പോർഷൻസ് കഠോരമാണ്. ഡിസംബർ പരീക്ഷ നടത്തുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് ആ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിലേത് സബ്ജക്റ്റ് എടുത്താലും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് വലിയ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ മാത്സ് ഓർക്കുന്നുണ്ടോ? സോളിഡ്സ്, ഘനരൂപങ്ങളും അതുപോലെ തന്നെ ടാൻജൻസും തൊടുവരയൊക്കെ പോലെയുള്ള ചാപ്റ്റേഴ്സുകൾ വലിയ എന്താ പറയുക, ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളായിരുന്നു. ആ ചാപ്റ്റേഴ്സുകളൊക്കെ എക്സാം ഉണ്ടായിരുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഏറ്റവും ടഫായിട്ടുള്ള
എന്താ പറയുക ചാപ്റ്റേഴ്സ് ഉള്ള പരീക്ഷയായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം മാറുകയുമുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് +1ൻ്റെയും അവസ്ഥ. കെമിസ്ട്രിയുടെ കേസ് എടുത്താൽ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, കെമിക്കൽ ബോണ്ടിങ്, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്നത് നമ്മുടെ ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിലേക്കാണ്. മാത്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോണിക് സെക്ഷൻസും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവും എല്ലാം വരുന്നത് എവിടെയാടാ? നമ്മുടെ ഡിസംബറിലെ ക്രിസ്മസ് എക്സാമിലാണ്. ബയോളജിയുടെ കേസ് എടുത്താലും ഫിസിക്സിൻ്റെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, റൊട്ടേഷൻ മോഷനോ, സോളിഡ്സും ഫ്ലൂയിഡ്സും എല്ലാം എടുത്തു നോക്കിയാൽ, തെർമോഡൈനാമിക്സ് അടക്കം എടുത്തു നോക്കിയാൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഡിസംബറിലെ പരീക്ഷ ഗവൺമെൻറ് നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ആ പരീക്ഷയ്ക്ക് ഏറ്റവും കഠിനമായ ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടാൻ ഒരല്പം കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി വരും. പക്ഷേ സിമ്പിളായിട്ട് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഞാനൊരു പഠിപ്പിസ്റ്റാണെന്ന് കാണിക്കാൻ ഈ ഒരു ഓണപ്പരീക്ഷ മാത്രം മതി. അത് നിങ്ങൾ വെറും 7 ദിവസം MS വേണ്ടി മാറ്റി തന്നാൽ മതി. നാളെ ആദിത്യൻ സാറിൻ്റെ ലൈവ് തൊട്ട് അവസാനത്തെ ജിഷ്ണു സാറിൻ്റെ ലൈവ് വരെ 28-ാം തീയതി വരെയുള്ള ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിലും എന്തെല്ലാം പഠിക്കാനുണ്ട്, അത് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ അധ്യാപകർ പഠിപ്പിച്ച് തന്നിരിക്കും. ഓക്കെയാണോ? ഇഷ്ടപ്പെട്ടാൽ ഈ ലൈവിൻ്റെ അടിയിൽ, ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അത് മാത്രം പോരാ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നാളത്തെ ആദിത്യൻ സാറിൻ്റെ ലൈവിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നാളത്തെ ലൈവിൻ്റെ ആ ഒരു ലിങ്ക് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുക. മാത്രമോ വേണ്ട, ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ ലൈവുകളുടെയൊക്കെ നോട്ട്സുകൾ കിട്ടണ്ടേ? അപ്പോൾ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടണ്ടേ? ലൈവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളുടെ ഓണപരീക്ഷയുടെ പോർഷൻസുകളും സിലബസുകളും എല്ലാം തന്നെ നേരത്തെ അറിയിക്കുന്ന MS സൊല്യൂഷൻസിൻ്റെ +1ൻ്റെ വാട്സപ്പ് ചാനലുണ്ട്. ആ വാട്സപ്പ് ചാനൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ആ ചാനലിൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അത് ഫോളോ ചെയ്യാതെ പോവില്ല ചെറുപ്പക്കാരാ, അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നോട്ട്സുകളും PDF-കളും സ്റ്റഡി മെറ്റീരിയലുകളും എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് ഈ ഒരു വാട്സപ്പ് ചാനലിലൂടെയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെയുമായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ സെറ്റായിട്ട് വരിക. ആദിത്യൻ സാറിൻ്റെ നാളത്തെ 4 ചാപ്റ്ററിൻ്റെ ലൈവിലേക്ക് നിങ്ങൾ വരിക. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. അടുത്ത ദിവസം രാഹുൽ സാറ്, പിന്നെ ജിഷ്ണു സാറ്, അജ്മൽ സാറ്, നബ്ഹാൻ സാറ്, പിന്നെ MS അൻഷിദ് സാറ്, പിന്നെ ജിഷ്ണു സാറ്, എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഈ ഒരു മഹത്തായ 7 ദിവസത്തെ ഒരു ലൈവ് സീരീസിൽ നിങ്ങൾ വന്നേ പറ്റുള്ളൂ. നിങ്ങളെ വരുത്തണം, നിങ്ങൾ വന്നിരിക്കണം. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ 7 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പൊന്നുമക്കളെ ക്വിറ്റ് ഇന്ത്യ ലെവലാക്കി തരാം ഞാൻ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവിൻ്റെ ലിങ്ക് നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്ത് വെക്കുക. വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ചാനലിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.